അസ്സലാമു ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ചെമ്മീനും കയ്പയും വെച്ചിട്ടൊരു തീയൽ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പിടി തേങ്ങയിലേക്ക് 2-3 കുരുമുളകും അല്പം ഉലുവയും 2 ചെറിയുള്ളിയും വേണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളകും 2 കഷ്ണം വലിയ തക്കാളിയും കയ്പയും ചെറിയുള്ളിയും വെളിച്ചെണ്ണയും പുളിയുമാണ്. പിന്നെ കുറച്ച് മല്ലിയും മുളകും വേണം. അപ്പോൾ ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് തേങ്ങയും കുരുമുളകും ഉലുവയും ചെറിയുള്ളിയും ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു 3/4 വറവായതിന് ശേഷം നമുക്കിതിലേക്ക് മുളകും മല്ലിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ പതുക്കെ ഞാനൊരു 3/4 ഭാഗം വറുത്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഓരോ ടേബിൾ സ്പൂൺ വീതം മുളകും മല്ലിയും ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ചോറിനൊക്കെ കറി പോലെ ഒഴിച്ച് കൂട്ടാനാണെങ്കിൽ കുറച്ച് കൂടുതൽ എരിവ് ചേർക്കാം കേട്ടോ. ഞാനിവിടെ ഡയറ്റിലായതുകൊണ്ട് എനിക്ക് അധികം എരിവും സ്പൈസസ് ഒന്നും വേണ്ട. അതുകൊണ്ടാണ് കുറച്ച് മല്ലിയും കുറച്ച് മുളകും ഇട്ടത്. അപ്പോൾ ഈ പൊടിയൊന്ന് വറുത്തതിന് ശേഷം പിന്നെ തേങ്ങയും കൂട്ടി ഒന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. പിന്നെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 2 മിനിറ്റ് ഇങ്ങനെ ഒന്ന് വറുത്ത് കൊടുക്കാം. കാരണം ചട്ടിൻ്റെ ചൂട് കൊണ്ട് തേങ്ങ കരിഞ്ഞു പോകരുത്. പിന്നെ ഇതൊന്ന് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാൻ. അപ്പോൾ ചൂടാറി കഴിഞ്ഞപ്പോൾ ഞാനതൊരു മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇടുകയാണ്. ചെറിയ ജാറിൽ വെച്ചിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്താൽ മതി. ഇത് അരിഞ്ഞു വരുമ്പം ഇതിൽ നിന്നുള്ള എണ്ണ തന്നെ മതിയാകും ഈ തേങ്ങ അരിഞ്ഞെടുക്കാൻ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കാം. ഇനി ഈ അരച്ചെടുത്തത് നമുക്കൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ അതാണ് ബെസ്റ്റ് കേട്ടോ. ഇനി അതിലേക്ക് കയ്പയും ചെറിയുള്ളിയും പിന്നെ പച്ചമുളകും ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് വഴറ്റിയെടുക്കാം. ചെറിയുള്ളി ധാരാളം ചേർത്തിട്ടാണ് സാധാരണ തീയൽ വെക്കാം. പിന്നെ നമുക്ക് ഡയറ്റിൽ ഉള്ളിയുടെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു പിടി ചെറിയുള്ളി മാത്രം എടുത്തത്. പിന്നെ ഒരു കയ്പയും വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 10 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞപ്പം ചെമ്മീൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ചെമ്മീനിലെ വെള്ളമൊക്കെ ഒന്ന് ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ പച്ചക്കറിയും ചെമ്മീനും കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായി ചൂടായി അതിലെ വെള്ളമൊക്കെ പച്ചക്കറിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോയിട്ടുണ്ട്. ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പുളി ഒഴിച്ച് കൊടുക്കാം. ഇവിടെ പുളിയൊക്കെ ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് നമുക്ക് ഒറ്റ കഴിക്കാനുള്ളതായതുകൊണ്ട്. പിന്നെ ആ ജാറൊന്ന് ചുവറ്റിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ചാറ് എത്ര വേണോ അത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വെള്ളത്തിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ വീട്ടിലൊക്കെ എല്ലാവരും കൂടെ കഴിക്കാനുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചാറാക്കാം കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് വേവിച്ചെടുക്കാം. ഈ അരപ്പിൽ കിടന്നിട്ട് ചെമ്മീനും പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വരട്ടെ. ഒരു 10 മിനിറ്റോളം വെന്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന വലിയ തക്കാളി പീസ് ചേർത്ത് കൊടുക്കാം. തക്കാളി പീസ് ചേർത്തതിന് ശേഷം പിന്നെ ചെറുതായിട്ടൊന്ന് വേവിച്ച് കിട്ടിയാൽ മതി. തക്കാളി ഉടഞ്ഞു പോകരുത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച പാകത്തിനുള്ളൊരു ചാറോട് കൂടിയിട്ട് കൂട്ടാൻ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ചെമ്മീൻ്റെയും കയ്പയുടെയൊക്കെ നല്ലൊരു സ്മെല്ലുണ്ട്. ഞാൻ ആദ്യമൊക്കെ കയ്പ വലിയ ഇഷ്ടമല്ലാത്ത ആളായിരുന്നു. പക്ഷേ ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളൂ കയ്പ ഉപ്പേരി. ആ കയ്പ ഉപ്പേരിയും ഇപ്പോൾ ഇതേപോലെ ചെയ്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടമായി. അപ്പോൾ കയ്പ ഇഷ്ടപ്പെടാത്തവർക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കയ്പ ഉപ്പേരി കേട്ടോ. പിന്നെ ഈ ഒരു തീയൽ കൂട്ടാനാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഇതിങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാം. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാബേജോ അല്ലെങ്കിൽ ചിരങ്ങയോ കുമ്പളം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പച്ചക്കറി വെച്ചതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോളിഫ്ലവർ റൈസ് ഉണ്ടെങ്കിൽ അതായാലും മതി. അതായിരിക്കും നല്ല കോമ്പിനേഷന്. അപ്പോൾ അങ്ങനെ കഴിക്കാം കേട്ടോ. അപ്പം എനിക്കിപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വേഗം ചൂടോട് കൂടി തന്നെ കഴിക്കുകയാണ്. അപ്പോൾ കയ്പൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കുന്നു കേട്ടോ.
സാധാരണ ഞാൻ പൊരിച്ച അതായത് മെഴുക്ക് പുരട്ടിയാക്കിയ കയ്പ മാത്രമേ കഴിച്ചിരുന്നത്. ഇപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ കഴിക്കാനിടയായി. എന്തായാലും ഈ രണ്ട് ടേസ്റ്റും എനിക്കിഷ്ടമാണ് കേട്ടോ. ഈ രണ്ട് കയ്പും കൂടി കൂട്ടി കഴിക്കാൻ വലിയൊരു കോമ്പിനേഷൻ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റെന്തെങ്കിലും പച്ചക്കറി കൂട്ടിയിട്ട് കഴിക്കുകയായിരിക്കും ഒന്നും കൂടെ നല്ലത്. അപ്പോൾ കയ്പയുടെ കയ്പൊക്കെ ഒന്ന് നമുക്ക് കുറഞ്ഞിട്ട് തോന്നുകയും ചെയ്യും. എന്തായാലും ഞാനിത് ചൂടോടുകൂടി തന്നെ ഒരു ദിവസം ഉച്ച നേരത്താണ് കഴിച്ചത്. അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പം കയ്പ കഴിക്കാൻ മടിയുള്ളവർക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കണം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയും ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയും വേണം കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.